രണ്ട് വ്യത്യാസങ്ങൾ പറയാനാണ്. എമ്പുരാൻ എന്ന പടം എടുത്തു ഗുജറാത്ത്, അതായത് സംഘികളുടെ ഗുജറാത്തിന്റെ കലാപത്തിന്റെ ഗോദരയിൽ ട്രെയിൻ കത്തിക്കുന്നൊക്കെ സീനായി എമ്പുരാൻ എടുത്തപ്പോൾ റിലീസായതിനു ശേഷം അയാളെ വേട്ടയാടപ്പെട്ടു. ഏതുവരെ എന്ന് പറഞ്ഞാൽ ആ സീൻ കട്ട് ചെയ്യണം, ഗോദര കത്തിക്കുക. അത് ഒറിജിനൽ നടന്ന സംഭവമാണ്. അത് പാടില്ല, അത് കട്ട് അയക്കുന്നുണ്ട്. ഒരുപാട് എത്ര 400-300 പതികം ആൾക്കാർ കേരളത്തിൽ റിക്രൂട്ട് ചെയ്ത് എന്താക്കി ISIS അയക്കുന്നു എന്ന് മുസ്ലിങ്ങളൊക്കെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി. അവിടെ ഗോത്ര ഉണ്ട കഥ, അതിന് സെൻസർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് ഒറിജിനൽ കാണിച്ചതിന് എന്ത് ചെയ്തു അവർ കേരള സ്റ്റോറി അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് മാത്രമല്ല, ബെസ്റ്റ് ഡയറക്ടറിന് അവൻ്റെ പേര് സ്റ്റുപ്പിഡോസേന് ഡയറക്ടറിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കൊടുത്തു. സിനിമാറ്റോഗ്രാഫിക്കും നാഷണൽ അവാർഡ്, ബെസ്റ്റ് ക്യാമറ, അങ്ങനെ എന്തോ 2 ബെസ്റ്റ് ഡയറക്ടർ കൊടുത്ത് എന്താക്കി ഇവർ അതിനെ ആദരിച്ചു. ആ പടം ആക്ച്വലി ഇവിടെ റിലീസ് തടയേണ്ട പടമായിരുന്നു. കാരണം സൗഹാർദ്ദം തടക്കം മുസ്ലിങ്ങൾ ഒരു ഭയപ്പെടുന്ന ഇന്ത്യൻ രാജ്യത്തിന് തന്നെ ഒരു ഭീഷണിയാവുന്ന രീതിയിൽ സൗഹാർദ്ദത്തിൽ അതിനെ തടയേണ്ട പടത്തിന് നാഷണൽ അവാർഡ് കൊടുത്തു. അതിന് പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പോൾ കേരള സ്റ്റോറി 2 ഡയറക്ടർ മാറിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടാന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. അവാർഡൊക്കെ കിട്ടി, എനിക്കും ഒരു അവാർഡ് കിട്ടണം. അതിനെന്താ വഴി? മുസ്ലിങ്ങളെ ഇല്ലായ്മ കഥ ഉണ്ടാക്കിയിട്ട് കുറച്ച് വർഗീയപരമായിട്ട് ഹിന്ദുക്കളെ സൂചിപ്പിക്കുന്ന രീതിയിൽ പടെടുത്ത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഏതോ ഒരു നാരായണൻ സിംഗ്. പിന്നെ ഇതാ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട് ഈ 25-ാം തീയതി റിലീസാകാൻ പോയാണ്. ഇതിൽ തന്നെ ബുദ്ധിയുള്ളവനെ തലച്ചു ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കുന്നത് അൽഹംദുലില്ലാ കേരള മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. ഞങ്ങൾ ബീഫ് കഴിക്കും, അത് അതിന്റെ ട്രെയിലർ കണ്ടിട്ടില്ല. ബീഫിനെ നിങ്ങൾ ബീഫ് മുസ്ലിങ്ങൾ എന്താ എല്ലാവരും കൂട്ടുനിന്നിട്ട് ഒരു ഹിന്ദു പെണ്ണിന് കഴിക്കില്ല എന്നിട്ട് അവരെല്ലാം കൂടിയിട്ട് ബീഫിനെ കഴിപ്പിക്കുന്ന ആ ഒരു സീൻ ആ പടത്തിലുണ്ട്. അതൊരു സീൻ, ഒരുപാട് എന്തെല്ലാം സീനുണ്ട്. ആ ട്രെയിലർ കണ്ടാൽ അതിൽ റേപ്പാക്കുന്ന സീൻ, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊണ്ടുപോയി ഒരുപാട് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടും, ഇനിയും ഭയപ്പെടണം എന്ന ഒരു അജണ്ടയിലൂടെയാണ് കേരള 2 അവർ റിലീസാക്കുക. അതും സെൻസർ ഒരു കട്ടോ ഇത് ചെയ്തിട്ടില്ല. റിലീസ് 25 നല്ല സുഖമായിട്ട് ഒരു വിവാദം ഇല്ലാതെ സുഖമായി റിലീസാവുകയും ചെയ്യും. അതിന് ബെസ്റ്റ് ഫിലിമിന് അവാർഡ് അവർ കൊടുക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാരും. ഇങ്ങനെ പോയാൽ ഇതിനെതിരെ ഓരോരുത്തരും നമ്മൾ പ്രതികരിക്കും. അപ്പോൾ ഇതിനെ ഹിന്ദിയിൽ ട്രാൻസ്ഫർ ആയിട്ട് ആരെങ്കിലും പറയാൻ കഴിയുന്നെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഹിന്ദി അത്ര വശമില്ലാത്ത, എന്തായാലും ഞാൻ ഹിന്ദിയിലും ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കും. അപ്പോൾ ഇത് പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഒരാൾ ഈ സംഘപരിവാറിനെതിരായിട്ട് സിനിമ ചെയ്യുമ്പോൾ തടയുകയും അവൻ അവാർഡ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾ ഇങ്ങനെ ഭീകരമായി ചിത്രീകരിക്കുമ്പോൾ അതിന് അവാർഡ്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാവുന്നില്ല ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് എങ്ങനെയാണ് ഇവരുടെ പോക്ക് എന്നുള്ളത്. അപകടമല്ലേ? നമ്മുടെ രാജ്യം പോകുന്ന അപകടത്തിലേക്കല്ലേ? സൗഹാർദ്ദമായി പോകുന്ന മുസ്ലിം ഹിന്ദുക്കളെ തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള ഡയറക്ടർ വരുമ്പോൾ അതിനെ കത്രിക വെക്കണം, അല്ല ഇതിനെ തടയണം. അപ്പോഴാണ് ഈ രാജ്യം നമ്മൾ സുരക്ഷിതർ എന്ന് പറയാം, മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതർ എന്ന് അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ സെൻസർ കൊടുക്കുന്ന നമ്മളെ സുരക്ഷിതരല്ല, ആക്ച്വലി നമ്മൾ സുരക്ഷിതരല്ല. അതിന് എക്സാമ്പിളാണ് ഇതുപോലുള്ള കഥകൾ. ഇതുപോലുള്ള ഒരുപാട് കഥകളുണ്ട്. ബീഫ് കഴിക്കുന്ന അവരെ എന്താക്കുന്ന വീട്ടിൽ കയറി കൊത്തി നമുക്ക് കാണുന്ന, അത് ലൈവായി കാണുന്നുണ്ട്. അതിന് പ്രൂഫ് ഉണ്ട്. ബീഫ് കഴിക്കുന്നവരുടെ വീട്ടിൽ, അത് നമ്മളെ സ്വാതന്ത്ര്യമാണ്, നമ്മൾക്ക് മതം അംഗീകരിച്ചതാണ്. പക്ഷെ മതം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ബീഫ് കൊണ്ടുവന്നവരെ ആൾക്കൂട്ടത്തിൽ തല്ലിക്കൊല്ലുന്നത് നമ്മൾ കാണാം. ആരെങ്കിലും ഇതുവരെ സിനിമ എടുത്തിട്ടുണ്ടോ? ഇനി സിനിമ എടുത്താൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? തിയേറ്റർ കത്തിക്കില്ലേ? ആ സിനിമ എടുത്ത ഡയറക്ടറിനെ കൊത്തി കൊല്ലില്ല, വീട്ടിൽ
കയറി കുത്തി ഇവിടെ കാണുന്നില്ല. അങ്ങനെ എത്ര 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 കഥകൾ. പക്ഷെ ഇവർക്ക് സിനിമ എടുക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ട്? ആരും ചെയ്യില്ല, അവാർഡാണ് കൊടുക്കുന്നത്. അത് ഒറിജിനൽ അല്ല, ബീഫ് വെട്ടി നമ്മൾ കാണുന്നല്ലേ ലൈവായി. പക്ഷേ ഇങ്ങനെ ബീഫ് ഇങ്ങനെ ഫോഴ്സ് ആക്കിയിട്ട് ബീഫ് കഴിപ്പിക്കുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്തു എന്നതിന് ഒരു തെളിവ്, ഒരു പ്രൂഫ് നമ്മൾ കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? പ്രൂഫ് കാണിക്കുവായി. പ്രൂഫ് കാണിക്കാതെ കേരളത്തിന്റെയും പേരിട്ടിട്ട് രാജസ്ഥാൻ UP-യിലെ ബീഫിനെല്ലാം ഇതാക്കിയിട്ട് നമ്മളെ രാജ്യത്ത് നമ്മളെ സംസ്ഥാനത്തെ തരം താഴ്ത്തി, സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഏക സംസ്ഥാനത്തിനെ തരം താഴ്ത്തുന്നത് കണ്ട് കേന്ദ്ര സർക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മളും BJP-യിൽ സംഘപരിവാർ കൊണ്ടുവരണം. ഇവിടെ ഗവൺമെന്റ് ഇവിടെ നമ്മൾ സുഖമായി ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിങ്ങൾ ഇത്ര സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാർക്ക് സുഖിക്കുന്നില്ല. അതിനെ തകർക്കാണ്ടി മാത്രം, ആ ഒരു അജണ്ടയിൽ മാത്രമാണ് കേരള ലവ് സ്റ്റോറി 1-ഉം ലവ് സ്റ്റോറി 2-ഉം അവർ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു തലച്ചോറുള്ള ഈ കേരളത്തെ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ, അവരെ കൊണ്ട് മനസ്സിലാപ്പിക്കാൻ നമ്മൾ എല്ലാവരും പ്രതിഷേധിച്ച് അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പടം റിലീസാവാൻ അനുവദിച്ചുകൂടാ. സെൻസറിന് നമ്മൾ എന്തായാലും സമരം ചെയ്യണം ഇൻഷാ അല്ലാഹ്.